ഈ പ്രദേശത്ത് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ അല്പം പരിചയമുള്ളവർക്കും മനസ്സിലാകും. ഇവിടെ മോസ്കുണ്ട്, ഇവിടെ മർത്തോമ പള്ളിയുണ്ട്, ഓർത്തഡോക്സ് പള്ളിയുണ്ട്, മലങ്കര കത്തോലിക്ക ദേവാലയമുണ്ട്, ക്ഷേത്രമുണ്ട്, CSI പള്ളിയുണ്ട്. ഇത്രയും ദേവാലയങ്ങളൊക്കെ ഈ പരിസരത്തുണ്ട്. ഇത് കാണാത്ത ഒരു അജ്ഞാത ജീവിയായി അച്ഛൻ പൗരോഹിത്യത്തെ ശുശ്രൂഷയിൽ കാണരുത്. ഈ മനുഷ്യരെല്ലാം ഇവിടെ ജീവിക്കുന്നവരാണ്. നമ്മൾ അവരവരുടെ ദേവാലയത്തിൽ പോകുന്നതിന്, വിശ്വാസത്തോടെ ജീവിക്കുന്നതിന് കടപ്പെട്ടവരാണ് ഈ വിഭാഗത്തിലെ ഓരോരുത്തരും. നാം ഒരുമിച്ച് കൂടുന്ന സ്ഥലവും പൊതുസമൂഹവും ഉണ്ട് എന്നത് പുരോഹിതന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കീറിമുറിച്ച് വർഗീയതയിൽ കാര്യങ്ങളെ കാണാനും അപഗ്രഥിക്കാനും ശ്രമിക്കുന്ന നാളുകളിൽ ഒരുമിച്ച് നിർത്താൻ അനേകരില്ല എന്നത് അച്ഛന്റെ പൗരോഹിത്യത്തിൽ എപ്പോഴും ഒരു സൂചനയായി കാണണം. ഒരുമിച്ച് നിർത്താനാണ് കർത്താവ് ഈ സ്വത്വബോധം നൽകിയിരിക്കുക. എല്ലാറ്റിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ക്രൂശിതനായ കർത്താവിന്റെ മുദ്രയുടെ മുകളിലും ഒന്നുമില്ല. അവന്റെ കീറി മുറിക്കപ്പെട്ട ശരീരത്തിന്റെ മുദ്രയേക്കാൾ വലുതായി ഒന്നുമില്ല. അവന്റെ നീട്ടപ്പെട്ട കരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുവാൻ, സ്നേഹത്തിന്റെ വലിപ്പം കാണിക്കുവാൻ ഇതുവരെയും നാം മറ്റൊരാളെ കണ്ടിട്ടില്ല. അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സകല മനുഷ്യരോടും സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും അവരെ കാണുന്നതിന് സാധിക്കണം. അവരോട് സ്നേഹമായി ഇടപെടുന്നതിന് തന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇടമുണ്ടാകണം. വെറുപ്പിന്റെയും മാറ്റി നിർത്തലിന്റെയും യാതൊരംശവും അച്ഛനെ സ്പർശിക്കാതെ ഇരിക്കട്ടെ.